പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമുക്ക് ഫിസിക്സ് മനസ്സിലാക്കണമെങ്കിൽ ചില മാത്സിലെ ചില പാഠ്യഭാഗങ്ങൾ നമുക്ക് നല്ലോണം അറിഞ്ഞിരിക്കണം. അതറിഞ്ഞില്ലെങ്കിൽ ഫിസിക്സ് പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ പാഠ്യഭാഗങ്ങൾ ഉറച്ചാൽ മാത്രമേ നമുക്ക് നല്ലവണ്ണം ഫിസിക്സിലെ ഫോർമുലാസ് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. എങ്ങനെയാണ് അത് കിട്ടിയെന്നും അതിൻ്റെ പ്രയോഗം എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാകുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ച് മാത്തമാറ്റിക്സ് പഠിക്കാം, ഫിസിക്സുകാർക്ക് വേണ്ടിയുള്ള മാത്തമാറ്റിക്സ്. ഫോഴ്സ് ഒക്കെ ഒരു ഡയറക്ഷനുള്ള പ്രതിഭാസങ്ങൾ അല്ലേ. ഫോഴ്സിന് ദിശയുണ്ട് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഫോഴ്സിന് ദിശയുള്ളത് കൊണ്ട് അതിൻ്റെ കൂട്ടലും കുറയ്ക്കലും ഒക്കെ വ്യത്യാസമുണ്ട്. നമുക്ക് അങ്ങനെയാണ് നോക്കാം. അത് ഇപ്പം നമ്മൾ ഒരു കല്ല് കെട്ടിയിട്ട് ഇങ്ങട് 3 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അതുമ്പോ തന്നെ വേറെ ആൾ കയറി കെട്ടിയിട്ട് 4 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുന്നു അറിയാം. അപ്പൊ ഇതും എത്ര ന്യൂട്ടൺ ബലം പ്രയോഗിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റും. എത്ര ന്യൂട്ടൺ ബലം പ്രയോഗിക്കുന്നുണ്ട്? ഇപ്പൊ അതും ഒരാള് 3 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുന്നു, മറ്റൊരാള്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ന്യൂട്ടൺ ബലം പ്രയോഗിക്കുന്നുണ്ടെന്ന് പറയുമ്പോ 7 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുന്നുണ്ടെന്ന് പറയാം. അതൊക്കെറിയാം. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ 3 ന്യൂട്ടൺ പ്ലസ് 4 ന്യൂട്ടൺ എന്ന് പറയാം അല്ലേ, സമം 7 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ശരി, ഉത്തരം ശരിയാ. അതേ സമയത്ത് ഇങ്ങനെയാണെന്ന് നോക്കുക. ഇതിൽ രണ്ടുപേരും വലത്തോട്ടാണ് വലിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നോക്കുക, ഒരാൾ വലിക്കുന്ന ഇങ്ങടാണെങ്കിലോ, ഇത് 4 ന്യൂട്ടൺ, ഇത് 3 ന്യൂട്ടൺ ഇങ്ങടും 4 ന്യൂട്ടൺ ഇങ്ങടാണ് വലിക്കുന്നത്. 4 ന്യൂട്ടൺ ഇങ്ങടാണെങ്കിലോ 2 ഡയറക്ഷനില്ല അല്ലേ. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഈ സാധാരണ നെഗറ്റീവ് സംഖ്യകളും പോസിറ്റീവ് സംഖ്യകളും കൂട്ടലേ പറ്റുള്ളൂ. എന്തായാലും 2 ഡയറക്ഷനിലാണ്. അപ്പൊ എത്ര വരിക? -4 പ്ലസ് +3 -1 ന്യൂട്ടൺ ഇല്ല, അതായത് അടുത്ത സൈഡിലേക്കാണ് ബലം എന്ന് പറയാം. അങ്ങനെയാണ് ഇതിന്റെ അഡീഷൻ. അതേ അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഇതിന്റെ അഡീഷൻ എന്ന് മനസ്സിലായി അല്ലേ. എന്നാൽ ഇങ്ങനെ നമുക്ക് കുഴപ്പമില്ല. ഇങ്ങനെ ഒരു സാധനം ഒരാൾ 3 ന്യൂട്ടൺ ഇങ്ങോട്ടും വലിക്കുന്നു, 1 2 3. ഒന്ന് 2 3 4. ഇത് 4 ന്യൂട്ടൺ ഇങ്ങടും വലിക്കും വിചാരിക്കുക. ഒന്ന് ശരിക്ക് ഒന്ന് വലത്തോട്ട്, ഒന്ന് വടക്കോട്ട്. ഇങ്ങനെയാണെങ്കിൽ എവിടെയായിരിക്കും, എത്രയായിരിക്കും ഇതിൻ്റെ ഫോഴ്സ്? 7 ന്യൂട്ടൺ. നേരത്തെ കണ്ടു നമ്മൾ 2 ഡയറക്ഷനിൽ വലിക്കുമ്പോൾ കൂട്ടുമ്പോൾ നമുക്ക് വ്യത്യാസം കണ്ട് ബൾജിൻ്റെ ചിഹ്നമാണ് ഇട്ടതെന്ന് കണ്ടു അല്ലേ. അതുപോലെ ഒരേ ഡയറക്ഷനിൽ സാധാരണ പോലെ കൂട്ടിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ എത്ര ന്യൂട്ടൺ ബലം ഉണ്ടാവും? അത് ഏത് ദിശയിലുണ്ടാവും? 2 ദിശയിലാണ്. ഇവിടെ ഒരു കല്ലുമ്മലാണ് ഈ വലിക്കുന്നതെന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരു കല്ലുമ്മ കയറ് കെട്ടിയിട്ട് അങ്ങോട്ട് വലിക്കും, 2 ഡയറക്ഷൻ വലിക്കുന്നത്. എങ്ങോട്ടാണ് പോവുക? അപ്പോൾ അതാണ് പറഞ്ഞത്. ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ സാധാരണ അഡീഷൻസ് പറ്റില്ല. 4 3 7 ന്യൂട്ടൺ ഉണ്ടാവുമോ, അത് എത്ര ഉണ്ടാവുക നമുക്ക് പറയാൻ പറ്റില്ല. അത് ഏത് ദിശയിലാണ് ഉണ്ടാവുക? നമ്മൾ 4 3 ഒരേ ദിശയിൽ ഇപ്പോൾ 7 ഉണ്ടാവുന്നത് കണ്ടു, ഓപ്പോസിറ്റ് ഡയറക്ഷൻ -1 ഉണ്ടാവുന്നത് കണ്ടു. ഇനി ഇങ്ങനെ ഡയറക്ഷൻ വെച്ചാൽ എത്ര ഉണ്ടാവുക നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അത് നമുക്ക് കണ്ടുപിടിക്കണം. അത് ഇതിൽ ഫിസിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പ്രതിഭാസങ്ങൾ നമ്മൾ പറയില്ലേ, കുട്ടികളൊക്കെ ചിലപ്പോൾ പറയുന്ന പോലെയാണിത്. ചെറിയ 3 4 വയസ്സ് കുട്ടികളൊക്കെ അച്ഛനെയാണോ ഇഷ്ടം അമ്മേനെയാണോ ഇഷ്ടം എന്ന് പറയുമ്പോൾ പിള്ളേർ പറയുന്നതെന്ന് അച്ഛനെയും അമ്മേനെയും ഇഷ്ടമെന്ന് പറയും. കാരണം എന്താ? അച്ഛനെ ഇഷ്ടമെന്ന് വെച്ചാൽ അമ്മയ്ക്ക് വിഷമവും, അമ്മേനെ ഇഷ്ടമെന്ന് വെച്ചാൽ അച്ഛന് വിഷമവും. അപ്പൊ കുട്ടിക്ക് കുറച്ചുകൂടി യുക്തിപൂർവ്വം കുട്ടി എന്ത് പറയും? 2 പേരെയും ഇഷ്ടമെന്ന് പറയും അല്ലേ. അപ്പൊ അതേപോലത്തെ ഒരു അവസ്ഥയില്
ഇത് 3 ന്യൂട്ടൺ ഇങ്ങോട്ട് വലിക്കും, വലത്തോട്ട് വലിക്കും, 4 ന്യൂട്ടൺ അങ്ങോട്ട് വലിക്കും. അപ്പോൾ എത്ര ന്യൂട്ടൺ ഉണ്ടാവുക? ഈ 2 ഡയറക്ഷനിലും സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ. ഇത് തന്നെയായിരുന്നെങ്കിൽ 3 ഇങ്ങോട്ട് നീങ്ങുമായിരുന്നു അല്ലെ. ന്യൂട്ടൺ ബലത്തിനനുസൃതമായിട്ട് അത് ഒരു നിശ്ചിത യൂണിറ്റ് 3 യൂണിറ്റ് നീങ്ങുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1 ന്യൂട്ടൺ 1 യൂണിറ്റ് നീങ്ങും എങ്കിൽ 3 ന്യൂട്ടൺ പ്രയോഗിക്കുമ്പോൾ 3 യൂണിറ്റ് വലത്തോട്ട് നീങ്ങുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങോട്ടാ നീങ്ങുക? ഇതില്ല വിചാരിക്കുക. അങ്ങോട്ട് മാത്രം 4 ന്യൂട്ടൺ അങ്ങോട്ട് പോകുമായിരുന്നു അല്ലേ. അപ്പൊ 2 പേരെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അങ്ങോട്ട് വേണം. ഇത് 3 ന്യൂട്ടൺ വലത്തോട്ടും പോകണം. കാരണം അത് വലിയ ഫോഴ്സ് ബലത്തില്ലേ. 3 ന്യൂട്ടൺ വലത്തോട്ടും പോകണം, 4 ന്യൂട്ടൺ വടക്കോട്ടും പോകണം. മുകളിലേക്കും പോകണം എന്ന് വേണം വിചാരിക്കുക. അപ്പൊ എവിടേക്കായിരിക്കും പോവുക ആള്? അപ്പോ അതിന് നമ്മൾക്ക് ഇത് 2 സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? 3 ന്യൂട്ടൺ വലത്തോട്ടും പോകണം, അങ്ങനെ ഒരു പോയിന്റ് എങ്ങനെ? അങ്ങനെ പോയി കഴിഞ്ഞാൽ 2 പേർക്കും സമാധാനമായില്ലേ. കാരണം എന്താ? മുകളിലേക്ക് 4 പോയിട്ടുണ്ട്. എങ്ങനെ പോയാലാവും? നിങ്ങൾ നോക്കുക. എങ്ങനെയാണ്? നിങ്ങൾക്ക് വല്ല ഐഡിയ ഇല്ല. അപ്പൊ ഞാൻ പറയാം. ഇതിലെ പോയിട്ട് ഇവിടെ പോയി നിൽക്കാൻ വിചാരിക്കുക. 3 വലത്തും 4 ഉയരത്തിലുള്ള പോയിന്റ് അല്ലേ ഇത്. ഇപ്പൊ ഇതിന് എ ബി സി എന്ന് വെച്ചാൽ ഈ ഡി എന്ന പോയിന്റ് പ്രത്യേകത എത്ര? 3 യൂണിറ്റ് എത്രയാ? വലത്താണ്, 4 യൂണിറ്റ് മുകളിലാണ്. 2 സാറ്റിസ്ഫൈഡ് പോയിന്റ് അല്ലേ ഇവിടെ. അപ്പൊ ഡി എന്ന ഡയറക്ഷനിലെ ഇവിടെ നിന്ന് ഡി എന്ന ഡയറക്ഷനിലാണ് മൂവ് ചെയ്താൽ ഇത് എന്ത് ചെയ്യ? ഈ ഡയറക്ഷനില് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ലെങ്തിലേക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ്? ഈ ഭാഗത്തെ ആളുടെ ആവശ്യം നിറവേറ്റി. എന്താണ്? 4 യൂണിറ്റ് ഹൈറ്റിലേക്ക് എത്തിയിട്ട് 3 യൂണിറ്റ്. അപ്പൊ ഇതിന് എത്ര അളവുണ്ടോ ഇതായിരിക്കും എന്ത്. അപ്പൊ ഈ ഡയറക്ഷനില് ഇതിന്റെ എത്ര അളവുണ്ടോ ഈ അളവായിരിക്കും 2ന്റെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ ഇത് മൂവ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുക അല്ലെ. അപ്പൊ ഇതിന്റെ ഈ എത്രയാണ്? ഇവിടുന്ന് ഇവിടെയുള്ള ദൂരം എത്രയാണോ അപ്പൊ അത് കാണിക്കുന്ന അളവായിരിക്കും എന്ത് ഇതിന്റെ കൂട്ടിച്ചേർന്നാലുള്ളത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു സാധനത്തിന് 2ന്റെ എഫക്റ്റ് ഒരേ സമയം ഇങ്ങനെ ഈ ഡയറക്ഷൻ സഞ്ചരിക്കുന്നത് ഒരേ സമയം മുകളിലേക്കും പോകുന്നുണ്ട്, ഒരേ സമയം. അപ്പൊ ഇതേ കണ്ട ഇങ്ങനെ പോകുന്ന ഒരാള് മുകളിലേക്കും പോകുന്നുണ്ട്, വലത്തോട്ടും പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ പോയി ഇവിടെ എത്തിക്കഴിഞ്ഞാല് 2ന്റെയും ഇഫക്റ്റ് അതിലുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ എ ഡിയുടെ അളവാണ് അതിന്റെ അളവ്. മനസ്സിലാവുമല്ലോ, അത് സംശയമില്ലല്ലോ. അപ്പൊ ഇത് കണ്ടുപിടിച്ചാ പോരെ. അപ്പൊ ഇതിനെന്താ വഴി? ഇതിപ്പോ 2 പരസ്പരം ഇതായി. കാരണം ഇതെടുത്ത് നമ്മൾ ഇങ്ങനെ ഇതിപ്പോ നോക്കുക. ഇത് അങ്ങനെ എടുത്ത് ഇവിടെ വെക്കുകയാണെങ്കിൽ 4 മീറ്റർ ഹൈറ്റല്ലേ ഉണ്ടാവുക അല്ല, 4 യൂണിറ്റ് ഹൈറ്റല്ലേ ഉണ്ടാവുക. അപ്പൊ ഇവിടെ 4 ഉണ്ടായിരിക്കും അല്ലെ. 4 അപ്പൊ നമുക്ക് പറയാം ഇത് 4 ഇത് 3. അപ്പൊ എങ്ങനെ കണക്കാക്കാം? അത് ഈ എ ബി ഡി എന്നൊരു മട്ട ത്രികോണത്തിന്റെ ഒരു സൈഡായിട്ട് വരുന്നത് അല്ലേ. അങ്ങനെയല്ലേ വരുന്നത്? കാരണം ഇത് കറക്റ്റ് നേരെ വെക്കുമ്പോൾ മട്ട ത്രികോണമല്ലേ വരിക. അപ്പൊ മട്ട ത്രികോണത്തിന്റെ ട്രയാങ്കിൾ ആവുന്ന തരത്തിലാണ് അതിന്റെ സങ്കലനമായിട്ട് വരുന്ന അല്ലെങ്കിൽ 2ന്റെയും കൂടിച്ചേർന്ന അളവായിട്ട് വരുന്ന ആ ഫോഴ്സ് ഉണ്ടാകുക എന്ന് ഉറപ്പല്ലേ. അപ്പൊ എ ഡിയുടെ അപ്പൊ എ ബി എന്ന ഒരു 3 മീറ്ററുള്ള ഇതും എ സി എന്ന 4 ഉള്ള ഫോഴ്സും കൂടുമ്പോൾ ഉണ്ടാവുന്ന എന്തായിരിക്കും? എ ഡി എന്നൊരു അല്ലെ, എ ഡി എന്ന ഒരു ഫോഴ്സ് ആയിരിക്കും ഉണ്ടാകുക. ദിശയുള്ളത് കൊണ്ട് ഇങ്ങനെയാണ് സംഭവിക്കുക. അപ്പൊ എ ഡിയുടെ ലെങ്ത് ആയിരിക്കും എന്ത്? ഇതിന്റെ തുക. മനസ്സിലായ? അപ്പൊ ദിശയുള്ള എ ബിയും ദിശയുള്ള എ സിയും കൂട്ടുമ്പോൾ ദിശയുള്ള എ ഡി എന്ന ദിശയുള്ള ഇത് പറയും. ഇതിനെ വെക്ടർ എന്ന് പറയും. ദിശയുള്ള അളവുകളെ വെക്ടർ എന്ന് പറയും.
ആ വെക്ടർ എഡീഷൻ എന്ന് പറഞ്ഞ ഇങ്ങനെയാണ്. അതായത് ഈ ഈ ഇതിനെ ഒരു വെക്ടർ എന്ന് പറയും. എ ബി ഒരു വെക്ടറാണ്, എ സി ഒരു വെക്ടറാണ്. ഇത് കൂട്ടാൻ പറഞ്ഞാൽ എ ബിയുടെ അറ്റത്ത് ഇത് കൊണ്ടുവയ്ക്കുക, അപ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടില്ലേ. ആ ട്രയാങ്കിളിന്റെ ഈ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് മറ്റേക്ക് അഡ്ജിലേക്കുള്ള ആ ദൂരമായിരിക്കും അതിന്റെ സങ്കലനമായിട്ട് വരുന്ന വെക്ടറിന്റെ അളവ്. അപ്പൊ ഇത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് മട്ടത്രികോണം ആയതുകൊണ്ട് നമുക്കിത് എളുപ്പം കണ്ടുപിടിക്കാം. മട്ടത്രികോണം ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് 3 ഇത് 4 ആണെങ്കിൽ 3² + 4² സമമായിരിക്കും ഇത്. അതാണ് പൈതഗോറസ് പറഞ്ഞത്. എന്താണ്? പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ സമം കർണ സ്ക്വയർ എന്ന് വെച്ചാൽ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ സമം ഹൈപ്പോണിസ് സ്ക്വയർ എന്ന് പറയും. അപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ സമം എ സി സ്ക്വയർ, ബി ഡി സ്ക്വയർ എന്ന് വെച്ചാൽ എ സി സ്ക്വയർ തന്നെ. എ സി സ്ക്വയർ സമം ബി ഡി എന്ന് പറയുന്ന എ സി തന്നെയല്ലേ ഇത്, ഇതിവിടെ വെച്ചേക്കല്ലേ. സമം എന്തായിരിക്കും? എ ഡി സ്ക്വയർ ആയിരിക്കില്ലേ. ഇവിടെ വേണമെങ്കിൽ ഡി എന്നിട്ടാലും കുഴപ്പമില്ല കേട്ടോ, ബി ഡി എന്നിട്ടാലും മതിയല്ലേ, കുഴപ്പമില്ല. ബി ഡി തന്നെയാണ് എ സി അല്ലേ. അതുകൊണ്ട് എ ബി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ സമം എ ഡി സ്ക്വയർ എന്നറിയാം നമുക്ക് അല്ലേ. അപ്പൊ ഇത് രണ്ടും കൂട്ടിയിട്ട് റൂട്ട് കണ്ടാൽ എ ഡി കിട്ടില്ലേ. ഇതിന്റെ സ്ക്വയറും കൂട്ടി എന്താ കിട്ടുക? എ ഡിയുടെ സ്ക്വയറാ കിട്ടുക. ആ ഉത്തരത്തിന് ഇതിന്റെ ഉത്തരത്തിന് എന്ത് ചെയ്താൽ മതി? റൂട്ട് കണ്ടാൽ മതി അല്ലേ. എ ബി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയറിന്റെയും കൂട്ടി ഉത്തരത്തിന്റെ റൂട്ട് കണ്ട എ ഡി കിട്ടും അല്ലേ. നമ്മൾ പഠിച്ചില്ല പൈതഗോറസ് സിദ്ധാന്തം വെച്ചാൽ. അപ്പൊ ഇതായിരിക്കും എന്ത്? ഇതിനെ നമ്മൾ പറയുന്നത് ഇത് പരസ്പരം പെർപെൻഡിക്കുലർ ആയിരുന്നു അല്ലെ, പരസ്പരം എന്തായിരുന്നു? ലംബായിരുന്നു അല്ലെ. അപ്പൊ രണ്ട് ലംബായിട്ടുള്ള രണ്ട് വെക്ടർ എന്ന് പറയുന്നത് ദിശയുള്ള അളവുകൾ വെക്ടർ. ഇവിടെ രണ്ട് ഫോഴ്സുകളെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് രണ്ടും ചേർത്തൊരു മട്ടത്രികോണം രൂപീകരിച്ചതിന് അതിന്റെ കർണത്തിന് അഥവാ ഹൈപ്പോണ് തുല്യമായിരിക്കും അതിന്റെ അളവ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ സ്ക്വയർ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ അളവ് കിട്ടും. പരസ്പരം ലംബാണെങ്കിൽ മാത്രം കേട്ടോ, അല്ലെങ്കിൽ വേറെ ഇതുണ്ട്, ചെരിഞ്ഞതാണെങ്കിൽ വേറെ രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പോൾ ഒരെണ്ണം ഇങ്ങടാണെങ്കിൽ നമുക്ക് ഇതുപോലെ കൂട്ടാൻ പറ്റില്ല. ഇങ്ങനെ വെച്ച് പിന്നെ ഇങ്ങനെ കണ്ടുപിടിക്കുക. ഇതിപ്പോൾ മട്ടത്രികോണം കിട്ടില്ല, വേറെ ത്രികോണം കിട്ടുക. അപ്പൊ അതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ വേറെ സൂത്രങ്ങളുണ്ട്, അത് വെച്ച് കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷെ മട്ടത്രികോണത്തിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. മനസ്സിലായ? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മനസ്സിലായി? ലംബമായ രണ്ട് വെക്ടറുകളെ കൂട്ടിച്ചേർത്ത് ഉത്തരമായി വരുന്ന വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാനുണ്ട്? ആ വെക്ടറുകളുടെ ലംബമാണെങ്കിൽ അവയുടെ സ്ക്വയർ എടുത്ത് കൂട്ടി സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി. മനസ്സിലായി അല്ലേ? തിരിച്ച് ഇങ്ങനെ ഒരു വെക്ടർ തന്നു നമുക്ക്, ഓടി എന്നൊരു വെക്ടർ ഇങ്ങനെ തന്നു. ശരിക്കും ഇങ്ങനത്തെ ഒരു വെക്ടർ ശരിക്കും ഇതിന്റെ രണ്ടാക്കി പിരിക്കാം അല്ലേ. എങ്ങനെ? പരസ്പരം ലംബമായ രണ്ട് വെക്ടറുകളുടെ തുകയാണ് ഇത് എന്ന് പറയാൻ നമുക്കില്ലേ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇല്ലേ, നമ്മൾ രണ്ടെണ്ണത്തിന്റെ കൂടി അതിന്റെ സങ്കലനമായ വെക്ടർ കണ്ടു. ഇങ്ങനെ ഒരു വെക്ടർ തന്നാൽ നമുക്ക് പറയാം വേറെ രണ്ട് വെക്ടറുകളുടെ സങ്കലനമാണെന്ന് ഇത് പറയാം. ഇതിന്റെ ഇങ്ങനത്തെ ഒരു വെക്ടറിന്റെയും പരസ്പരം ലംബമായ രണ്ട് വെക്ടറുകളുടെ തുകയായിരിക്കും ഇത് അല്ലേ. അപ്പൊ ഇത് തന്നിട്ട് നമ്മളിപ്പോ ഇത് തന്നിട്ട് ഇതിന്റെ ഇത് കണ്ടുപിടിച്ചു. തിരിച്ചിത് തന്ന ഇത് രണ്ടും എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം. അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമുക്ക്. അതായത് അപ്പൊ രണ്ടിടത്ത് തന്ന് ആ സങ്കലനം ചെയ്തിട്ടുള്ള വെക്ടറുകളെ അവിടെ കണ്ടുപിടിക്കാൻ നമുക്ക് മനസ്സിലായി. തിരിച്ച് ഈ ഹൈപ്പോട്ടനസ് ആയിട്ടുള്ള ഒരു വെക്ടർ തരാണെങ്കിൽ, ചെരിഞ്ഞൊരു വെക്ടർ തരാം, അവയുടെ പരസ്പരം ലംബമായ വെക്ടറുകൾ ഏതാന്ന് ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കും? അങ്ങനെ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് വളരെ അത്യാവശ്യമാണ് ഫിസിക്സിൽ. അതായത് ഫോഴ്സ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ
ഈ ഫോഴ്സിന്റെ പരസ്പരം ലംബമായ ഫോഴ്സുകൾ ഏതാണ്, ഏത് രണ്ട് ഫോഴ്സുകൾ സങ്കലനമായിട്ടാണ് ഇത് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കേണ്ടി വരും. പല കണക്കിൽ അത്യാവശ്യമായിട്ട് വരും. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് എന്ത് അറിയണം, നമുക്ക് ഈ ട്രിഗണോമെട്രി കുറച്ച് അറിയണം. അത് എന്നാൽ മാത്രമേ നമുക്ക് ആ ട്രിഗണോമെട്രി അറിഞ്ഞാൽ മാത്രമേ അത് സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് കുറച്ച് ട്രിഗണോമെട്രി പഠിക്കാം. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം. അടുത്ത ക്ലാസ്സിൽ അതുവരേക്ക് വിടാം. നന്ദി, നമസ്കാരം, ബൈ.